വാട്സപ്പ് ഉപയോഗിച്ച് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. കസ്റ്റമറുടെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ അവരുടെ പേര് സഹിതം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും അവയ്ക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യാൻ സോഫ്റ്റ്വെയറിന് സാധിക്കും. മാത്രമല്ല, നമ്പേഴ്സ് കണ്ടുപിടിക്കാനും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, അതിലേക്ക് ഓട്ടോമാറ്റിക്കായി മെസ്സേജുകൾ അയക്കുക തുടങ്ങിയ വ്യത്യസ്ത ഫീച്ചറുകളും സോഫ്റ്റ്വെയറിനുണ്ട്. നമ്മുടെ കൈവശം പല രീതിയിലായിരിക്കും ഡാറ്റാസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. എക്സൽ പല രീതിയിലായിരിക്കും. ഏത് രീതിയിൽ നിന്നായാലും നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇവിടെ നമ്പേഴ്സ് കൊടുക്കുക, അതിന് തൊട്ടടുത്തായിട്ട് നെയിം അവൈലബിൾ ആണെങ്കിൽ ആ നെയിംസ് ഇത് രീതിയിൽ കൊടുക്കുക. പിന്നെ ഓരോ മെസ്സേജിലും ഉൾപ്പെടുത്തേണ്ടത് എന്തെങ്കിലും ഐഡിയോ അതല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ്, അപ്പോയിൻമെൻറ്റ് ടൈം തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുക. ശേഷം സോഫ്റ്റ്വെയറിൽ വന്നിട്ട് ഇവിടെ അപ്ലോഡ് എക്സൽ എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വ്യത്യസ്ത തരത്തിൽ മെസ്സേജുകൾ പ്രീ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഒരു മെസ്സേജ് പേസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു മെസ്സേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഹായ് എഴുതിയതിനു ശേഷം കസ്റ്റമറുടെ നെയിം ഉൾപ്പെടുത്താനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ എന്താണോ നെയിമിൻ്റെ സ്ഥാനത്തുള്ളത് അതായിരിക്കും ഇവിടെ ഹായ്ക്ക് ശേഷം വരിക. അത്തരത്തിൽ മെസ്സേജ് ഐ ഡിക്കുള്ള സെക്ഷൻ കൊടുത്തു. തൊട്ട് താഴെയായിട്ട് ഓരോ മെസ്സേജും എത്ര സമയം ഗ്യാപ്പിലാണ് അയക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ സെറ്റ് ചെയ്യുക. ഓരോ മെസ്സേജും 10 സെക്കൻഡ് ആണെങ്കിൽ 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെയുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മെസ്സേജുകൾ അയക്കുക എന്നുള്ളതും, അതേപോലെ ഓരോ 10 മെസ്സേജസ് കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത സമയം റെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം ആഡ് ഫയൽ എന്ന് പറയുന്ന സെക്ഷനിൽ എടുത്തിട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ഏത് ടൈപ്പിലുള്ള ഫയൽസും ഇവിടെ സപ്പോർട്ടീവ് ആണ്. ശേഷം സ്റ്റാർട്ട് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം മാത്രം സ്കാൻ ചെയ്ത് കണക്ട് ചെയ്യുക, പിന്നീട് സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആയിരിക്കും. വാട്സപ്പ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാം ഓരോ മെസ്സേജസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ അയച്ച ഫോട്ടോ പോയി, അതിനുശേഷം കസ്റ്റമറുടെ നെയിമും അതേപോലെ നെയിമും മെസ്സേജസും കാര്യങ്ങളെല്ലാം തന്നെ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ അതിൻ്റെ ജോലി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ചെയ്തോളും. നിങ്ങൾക്ക് വേറെ എന്ത് ജോലിയിൽ വേണമെങ്കിലും ഉൾപ്പെടാനും വേറെ ടാബ് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. മാത്രമല്ല, ഓരോ പെർസെൻറ്റേജും എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും നിങ്ങൾക്ക് തരും. ഏറ്റവും അവസാനം എത്രയൊക്കെ മെസ്സേജ് സക്സസ് ആയി, എത്ര ഫെയിലായി തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തരും. നിങ്ങൾക്ക് ഇവിടെയും ആ ഒരു സക്സസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇൻഡിവിജ്വലായി ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുക മാത്രമല്ല, നമുക്ക് ഗ്രൂപ്പുകളിലും ഇതേപോലെ തന്നെ മെസ്സേജ് അയക്കാം. അവിടെ അപ്ലോഡ് എക്സൽ എന്നുള്ളിടത്ത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് മെസ്സേജസ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എന്താണോ ഫയൽ ആഡ് ചെയ്യാനുള്ളത് അത് ആഡ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മെസ്സേജസും മറ്റുമൊക്കെ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷന്, പിന്നെ നമുക്ക് നെറ്റിൽ നിന്ന് വ്യത്യസ്ത ഗ്രൂപ്പ് ലിങ്കുകൾ കണ്ടെത്താനുള്ള ഓപ്ഷന്, ഇങ്ങനെ കണ്ടെത്തുന്ന ഗ്രൂപ്പുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷന്, ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്പേഴ്സ് ഇൻഡിവിജ്വലാക്കി എടുത്തിട്ട് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം. അതായത് നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒറ്റ ക്ലിക്കിൽ തന്നെ അതിലുള്ള ഓരോ നമ്പേഴ്സും ഇതുപോലെ നമുക്ക് എക്സലാക്കി എടുക്കാനും ആ എക്സലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലൈസ്ഡ് മെസ്സേജസ് അയക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സെറ്റപ്പ് തുടങ്ങിയവയൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. മാത്രമല്ല, നമുക്ക് വാട്സപ്പിൻ്റെ ഓട്ടോ റെസ്പോണ്ടർ ബോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം നൽകാൻ ഈ സോഫ്റ്റ്വെയറിന് സാധിക്കും. ഇപ്പോൾ കസ്റ്റമർ വന്നിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽസ് അറിയേണ്ട കസ്റ്റമർ ഡീറ്റെയിൽ എന്നുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എക്സാക്ട്ലി ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ളതാവാം, അതല്ലെങ്കിൽ കണ്ടെയ്ൻസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടെയ്ൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഡീറ്റെയിൽ എന്നുള്ള വാക്കുണ്ടെങ്കിൽ, അതായത് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയാമോ എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് എന്നുള്ള വാക്കുള്ളത് കൊണ്ട് എന്ത് മറുപടി പറയണം എന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഫയൽസോ മറ്റോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് റൂൾ അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ കസ്റ്റമർ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഫീച്ചറുകൾ, അതായത് നമ്പേഴ്സ് കളക്ട് ചെയ്യുന്നത് മുതൽ ആ കസ്റ്റമേഴ്സിനൊക്കെ പേഴ്സണലൈസ്ഡ് മെസ്സേജസ് അയക്കുക, ഗ്രൂപ്പുകളിലേക്ക് അയക്കുക, ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, വാട്സപ്പിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ കൊടുക്കുക തുടങ്ങിയവയെല്ലാം തന്നെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ, ഒരു പാക്കേജ് ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നത്.